നമ്മളുടെ നാലാമത്തെ ചാപ്റ്ററിലെ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ നിന്നും നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫിഗേഴ്സ് നിങ്ങൾക്ക് തരും. എന്നിട്ട് ഇതിൽ കണ്ണും പൂട്ടി ഒരു കുത്തിട്ടാൽ ഇത് ഈ ഓറഞ്ച് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വീഴാനുള്ള പ്രോബിലിറ്റി എത്ര നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൂടുതലൊന്നും നോക്കാനില്ലടാ, ഇതിനെന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നോക്ക്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 3ാമത്തെ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 4ാമത്തെ ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ 4 ട്രയാങ്കിൾസ്, ഈക്വൽ ആയിട്ടുള്ള 4 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഓറഞ്ചിൽ വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കാനില്ലടാ, ഇതിൽ 4ൽ ഒരു ട്രയാങ്കിൾ ആണ് ഓറഞ്ച്. അപ്പൊ 4ൽ 1/4 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. പണിയുണ്ടോ? ഇല്ല അല്ലെ? അങ്ങനെയെങ്കിൽ ഇവ നോക്കിയേ, ഇത് പറയാണ് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെങ്കിൽ, ഞാൻ കണ്ണും പൂട്ടി ഒരു കുത്തിടുകയാണെങ്കിൽ ഇവിടെ വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇതാ നോക്ക്, ഇവിടെ 120 ഉള്ളത്. ഇവിടെ മൊത്തം ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? 360 ആണ്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെൻട്രലിൽ മൊത്തം ഉണ്ടാവുന്ന ആംഗിൾ 360 ആണ്. അങ്ങനെയെങ്കിൽ ഇവൻ 120 ആണെങ്കിൽ ഇവിടെ എത്ര 120 ഉണ്ടാവും? ഇവിടെ ഇത് 120 ആയിരിക്കും, ഇതും 120 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തൂടെ? ഇങ്ങനെ 3 120കൾ കൂടുമ്പോഴാണ് നമുക്ക് 360 ആവുന്നത്. അപ്പോൾ 2 120, മൂന്നാമത്തെ 120. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള 3 പീസസ് ഉണ്ട് അല്ലേ? അതിൽ ഒരു പീസാണ് ഇവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? നമ്മൾ 1/3 ആയിരിക്കും, 3ൽ 1 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ല, ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തോ.